ഇന്നും നമ്മൾ ബിഗിനേഴ്സ് ചലഞ്ച് ആണ്. ചെറിയ ചെറിയ സെന്റൻസുകൾ നമ്മൾ പറഞ്ഞു പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നും പറയും, ഈ ബിഗിനേഴ്സ് ചലഞ്ച് എന്ന് പറയുന്ന ഈ പ്ലേലിസ്റ്റിൽ നമുക്ക് ഗ്രാമർ ഇല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പറയാം അതിൻ്റെ ഒരു സ്ട്രക്ചറും നിങ്ങൾക്ക് തരികയാണ് ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6 ആയെന്ന് തോന്നുന്നു, അത്രയും ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊന്ന് കേൾക്കുക, പഠിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി എന്ന് വിചാരിക്കുക. ഇന്നലെ നമ്മളൊരു കടയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അമ്മ ചോദിച്ചു, നീ എന്തിനാ കടയിൽ പോയത്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലായിരുന്നു, ചുമ്മാ കടയിൽ പോയി. അങ്ങനെ നമ്മൾ പറയില്ലേ? എന്തിനാ അവിടെ നിങ്ങൾ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? അന്നേരം പറയും, കാരണമൊന്നുമില്ലാതെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കണേ എന്ന് പറയും. അപ്പൊ ഈ കാരണമൊന്നുമില്ലാതെയാണ് നമ്മൾ അത് ചെയ്യുന്നേ എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം? ഫോർ നോ റീസൺ. കാരണമൊന്നുമില്ല. ഐ വെന്റ് ടു ദ ഷോപ്പ് ഫോർ നോ റീസൺ. കാരണമൊന്നുമില്ലാതെ ഞാൻ കടയിൽ പോയി. ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ പറയാം, ഞാൻ ചുമ്മാതെയാണ് കടയിൽ പോയത്. അങ്ങനെ നമ്മൾ പറയില്ലേ? ഞാൻ വെറുതെ ഒന്ന് കടയിൽ പോയി. ഐ വെന്റ് ടു ദ ഷോപ്പ് ഫോർ നോ റീസൺ. പല രീതിയിലും പറയാം. ഞാൻ വെറുതെയാണ് കടയിൽ പോയത്, കാര്യമൊന്നും ഇല്ലാതെയാണ് ഞാൻ പോയത്, ചുമ്മാതെയാണ് ഞാൻ പോയത്. ഐ വെന്റ് ടു ദ ഷോപ്പ് ഫോർ നോ റീസൺ. ഹി സ്റ്റാർട്ടഡ് ക്രൈയിങ് ഫോർ നോ റീസൺ. കുട്ടികളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ പറയും, തുടങ്ങിയിട്ടുണ്ട്, കാര്യമൊന്നുമില്ലാതെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ പറയാ? ഹി സ്റ്റാർട്ടഡ് ക്രൈയിങ് ഫോർ നോ റീസൺ. എങ്ങനെയാ? ഹി സ്റ്റാർട്ടഡ് ക്രൈയിങ് ഫോർ നോ റീസൺ. തുടങ്ങിയിട്ടുണ്ട്, കാര്യമൊന്നുമില്ല, ചുമ്മാ തുടങ്ങിയിട്ടുണ്ടോ? ഹി സ്റ്റാർട്ടഡ് ക്രൈയിങ് ഫോർ നോ റീസൺ. ചെറിയ കുട്ടികളെല്ലാം അങ്ങനെയല്ലേ? കാര്യമൊന്നുമില്ല, ചുമ്മാ അങ്ങ് കരച്ചിൽ തുടങ്ങും. അപ്പൊ എന്താണ് ഫോർ നോ റീസൺ എന്ന് പറഞ്ഞാൽ കാരണമൊന്നുമില്ലാതെ. റീസൺ കാരണം, നോ റീസൺ കാരണമൊന്നുമില്ലാതെ. ഫോർ നോ റീസൺ കാരണമൊന്നുമില്ല. അപ്പൊ നമ്മൾക്ക് ഈ കാരണമൊന്നുമില്ല എന്ന് മാത്രമല്ല, നമുക്ക് ചുമ്മാതെ, അല്ലെങ്കിൽ നമുക്ക് പറയാ ഐ വാസ് വാച്ചിങ് മൂവി ഫോർ നോ റീസൺ. വെറുതെ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറയാം. അതെന്ന് വെച്ചാൽ കാര്യമൊന്നുമില്ലാതെ, പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട്. ആ ഒരു അർത്ഥത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കത്തില്ലേ? ഐ വാസ് വാച്ചിങ് TV ഫോർ നോ റീസൺ. കാര്യമൊന്നുമില്ലാതെ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് വാച്ചിങ്, കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് തിങ്കിങ് ഫോർ നോ റീസൺ. ചുമ്മാ ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഐ വാസ് തിങ്കിങ് ഫോർ നോ റീസൺ. ചുമ്മാതെ ഞാൻ ഇങ്ങനെ വെറുതെ ചിന്തിച്ചിരിക്കുക, കാര്യമൊന്നുമില്ല. എന്ത് കാര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചേ? ഒന്നുമില്ല. ഐ വാസ് തിങ്കിങ് ഫോർ നോ റീസൺ. കാരണമൊന്നുമില്ലാതെ, കാര്യമൊന്നുമില്ലാതെ ചുമ്മാ എങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഷീസ് ഫൈറ്റിംഗ് വിത്ത് മീ ഫോർ നോ റീസൺ. എന്നോട് അവൻ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കാര്യമൊന്നുമില്ലാതെ. നമ്മൾ അമ്മമാർ ചോദിക്കുക, എന്താ അവിടെ പ്രശ്നം? ഷീസ് ഫൈറ്റിംഗ് വിത്ത് മീ ഫോർ നോ റീസൺ. കാരണമൊന്നുമില്ലാതെ അമ്മയെ വഴക്ക് കൂടുന്നതെന്ന് പറയും. ഫോർ നോ റീസൺ. ഷീസ് ഫൈറ്റിംഗ് വിത്ത് മീ. ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അടി ഇടി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. വഴക്കൂടുക, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുന്നത്. ഷീസ് ഫൈറ്റിംഗ് വിത്ത് മീ ഫോർ നോ റീസൺ. കാരണമൊന്നുമില്ലാതെ. അപ്പൊ നിങ്ങളൊന്ന് പറയും, അവരവിടെ കാര്യമൊന്നുമില്ലാതെ സംസാരിക്കുകയായിരുന്നു. എങ്ങനെ പറയും? അവരവിടെ കാര്യമൊന്നുമില്ലാതെ ചുമ്മാതെ സംസാരിക്കുകയായിരുന്നു. എങ്ങനെ പറയാ? ദേ were talking. സംസാരിക്കുകയായിരുന്നു. അവർ. ദേ ആയിരുന്നു. were verb ing. talking for no reason. they were talking for no reason. കാര്യമൊന്നുമില്ലാതെ പട്ടി ഇന്നലെ കുരയായിരുന്നു. പട്ടിയെ കാരണമൊന്നുമില്ലാതെ നായ. ഞങ്ങളുടെ നാട്ടിൽ തന്നെ പട്ടി എന്നാണ് കേട്ടോ പറയുക. പട്ടി കാര്യമൊന്നുമില്ലാതെ കുരയായിരുന്നു. എങ്ങനെ പറയാ? ദ ഡോഗ് കുരയായിരുന്നു. വാസ് ബാർക്കിംഗ് ഫോർ നോ റീസൺ. ദ ഡോഗ് വാസ് ബാർക്കിംഗ് ഫോർ നോ റീസൺ. നമ്മളോട് ചോദിക്കും, നീ എന്തിനാ സിനിമയ്ക്ക് പോയി? അമ്മമാര് ചോദിക്കും. ഞാൻ വെറുതെ സിനിമയ്ക്ക് പോയി. ഞാൻ വെറുതെയാണ് സിനിമയ്ക്ക് പോയത്. എങ്ങനെ പറയാ? ഐ പോയത്. ഐ വെന്റ് ടു ദ മൂവി ഫോർ നോ റീസൺ. കാര്യമൊന്നുമില്ല, ചുമ്മാ കൂട്ടുകാർ വിളിച്ചപ്പോൾ ഞാൻ അങ്ങ് പോയി.
I went to the movie for no reason. പറയുന്നുണ്ടല്ലോ, for no reason, കാരണമൊന്നുമില്ലാതെ I went to the movie, ഞാൻ സിനിമയ്ക്ക് പോയത്. അവൻ കാര്യമൊന്നുമില്ല, പെട്ടെന്ന് സംസാരം നിർത്തിക്കളഞ്ഞു. നമ്മൾ പറയില്ലേ, കാര്യമൊന്നുമില്ല, എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പെട്ടെന്ന് അവൻ സംസാരം നിർത്തിക്കളഞ്ഞു. എങ്ങനെ പറയും? ഹി, പെട്ടെന്ന്, സഡൻലി, നിർത്തി, സ്റ്റോപ്ഡ് ടോക്കിംഗ് ഫോർ നോ റീസൺ. ഹി സഡൻലി സ്റ്റോപ്ഡ് ടോക്കിംഗ് ഫോർ നോ റീസൺ. കാര്യമൊന്നുമില്ലാതെ പെട്ടെന്ന് സംസാരം നിർത്തിക്കളഞ്ഞവൻ, എന്താണെന്ന് അറിഞ്ഞൂടാ. He suddenly stopped talking for no reason. കാര്യമൊന്നുമില്ലാതെ അവൻ പെട്ടെന്ന് സംസാരം നിർത്തി. ഇനി നമ്മൾ എവിടെയെങ്കിലും നാളെ പോവാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളോട് വീട്ടിൽ ചോദിക്കുക, എന്തിനാ നീ അവിടെ പോകുന്നത്? നാളെ നീ അവിടെ പോകേണ്ട കാര്യം നിനക്കുണ്ടോ? ആ, കാര്യമൊന്നുമില്ല, എന്നാലും ഞാൻ പോകും. പോകാൻ അവിടെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എന്നാലും ഞാൻ നാളെ അവിടെ പോകും, അല്ലെ? കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ അവിടെ നാളെ പോകും. എങ്ങനെ പറയാ നാളത്തെ കാര്യം? ഐ വിൽ ഗോ ഫോർ നോ റീസൺ. കാരണം ഒന്നുമില്ല, ഞാൻ അവിടെ പോകും. ഐ വിൽ ഗോ ടുമോറോ ഫോർ നോ റീസൺ. നാളെ ഞാൻ അവിടെ പോകും, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടായാലേ പോകാൻ പറ്റുള്ളൂ, നമ്മളൊക്കെ അങ്ങനെ ചോദിക്കില്ലേ? അപ്പൊ കാര്യമൊന്നുമില്ല, ഞാൻ നാളെ അവിടെ പോകും. ഐ വിൽ ഗോ ടുമോറോ ഫോർ നോ റീസൺ. ഐ വിൽ ഗോ ടു ദ മൂവി ഫോർ നോ റീസൺ. കാര്യമൊന്നുമില്ലാതെ ഞാൻ ഒരു സിനിമയ്ക്ക് പോകും, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വെറുതെ ഇരുന്നിട്ടായിരിക്കും ഞാൻ ഈവനിങ്ങിൽ ഒരു സിനിമയ്ക്ക് പോകും. ഐ വിൽ ഗോ ടു ദ മൂവി ഫോർ നോ റീസൺ. ക്ലിയർ? ഇനി നമുക്കിത് ക്വസ്റ്റ്യൻ ആക്കത്തില്ലെന്ന് ഇപ്പൊ നിങ്ങളുടെ സംശയം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുകയാണ്. ഇപ്പോ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഒരാള് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോ നമ്മൾ ചോദിക്കുകയാണ്, എന്തിനാണ്, ഒരു കാര്യമില്ലാതെ എന്തിനാണ് അവള് വഴക്ക് കൂടുന്നത്? ഒരു കാര്യമില്ലാതെ എന്തിനാണ് അവള് വഴക്ക് കൂടുന്നത്? വൈ ഈസ് she fighting for no reason? Why is she fighting for no reason? മനസ്സിലായല്ലോ? കാര്യമൊന്നുമില്ലാതെ എന്തിനാണ് അവൾ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത്? Why is she fighting for no reason? Why is he crying for no reason? ഒരു കാര്യമില്ലാതെ എന്തിനാ നീ കരഞ്ഞോണ്ടിരിക്കുന്നത്? Why is he crying for no reason? എന്തിനാ ഒരു കാര്യമില്ല നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക ഫോർ നോ റീസൺ, കാര്യമില്ല, എന്തിനാ നീ കരയുന്നത്? വൈ ഈസ്, എന്തിനാ നീ എന്നാണെങ്കിൽ വൈ ആർ യു ക്രൈയിങ് ഫോർ നോ റീസൺ? വൈ ഈസ് ഹീ ക്രൈയിങ്? അവൻ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫോർ നോ റീസൺ. അവൻ എന്തിനാ അവിടെ വെറുതെ നിൽക്കുന്നത്? കാര്യമൊന്നുമില്ലാതെ അവൻ എന്തിനാ അവിടെ നിൽക്കുന്നത്? അവൻ എന്തിനാ അവിടെ വെറുതെ നിൽക്കുന്നത്? വൈ ഈസ് ഹി സ്റ്റാൻഡിങ് ഫോർ നോ റീസൺ? കാരണമൊന്നുമില്ലാതെ അവിടെ എന്തിനാ അവൻ അവിടെ നിൽക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ ചോദിക്കുക? വൈ ഈസ് ഹി സ്റ്റാൻഡിങ് ഫോർ നോ റീസൺ? എല്ലാ ടെൻസിലും ഇങ്ങനെ ചോദിക്കാം കേട്ടോ. എന്തിനാണ് അവൾ വിളിച്ചത്? കാര്യമൊന്നുമില്ലാതെ എന്തിനാണ് അവൾ വിളിച്ചത്? വൈ ഡിഡ് ഷീ കോൾ യു? അവൾ എന്തിനാ നിന്നെ വിളിച്ചത്? ഫോർ നോ റീസൺ, കാര്യമൊന്നുമില്ലാതെ. വൈ ഡിഡ് ഷീ കോൾ യു ഫോർ നോ റീസൺ? എന്തിനാ അവൾ നിന്നെ വിളിച്ചത്? കാര്യമൊന്നുമില്ലാതെ. കാര്യം എന്തെങ്കിലും വേണ്ടേ വിളിക്കണമെങ്കിൽ? വൈ ഡിഡ് ഷീ കോൾ യു ഫോർ നോ റീസൺ? ഇത് ഏത് ടെൻസിൽ വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യവുമില്ലാതെ എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്താണ്? ഫോർ നോ റീസൺ. അതങ്ങോട്ട് മനസ്സിലങ്ങ് പതിപ്പിച്ചങ്ങ് വെക്കുക. ഒരു കാര്യവുമില്ലാതെ, ഫോർ നോ റീസൺ. ഇനി നമുക്ക് പറയേണ്ട കാര്യം എന്താണോ അത് ആ ടെൻസിൽ അങ്ങോട്ട് പറയുക. എന്നിട്ട് ഫോർ നോ റീസൺ. ക്വസ്റ്റ്യൻ ആണെങ്കിലും ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുക, ഫോർ നോ റീസൺ. ഇന്നത്തെ ക്ലാസ്സും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമ്മൾ 5-ാം തീയതി തുടങ്ങുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ആവാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ.
എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. അപ്പൊ ഇതേപോലെ കുറെ പറഞ്ഞു പഠിക്കാം എന്നുള്ള ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ഇപ്പൊ ഇവിടെ വരും കേട്ടോ. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞ് തന്നെ പഠിക്കണം. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഞാൻ എന്നും പറയും, നിങ്ങൾ പറഞ്ഞ് തന്നെ പഠിക്കണം. ഇനി നിങ്ങൾക്കൊരു ട്രെയിനറുടെ സഹായത്തോടെ പഠിക്കണം, സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.